ഹലോ, ജോബ്ലെസ് മല്ലു ഹിയർ. ഇതെൻ്റെ ഒരു ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഞാനതൊരു ആഡ് ഫിലിമിൻ്റെ ഷൂട്ടിന് പോയപ്പം എടുത്തതാണ്. ഞാൻ ഒരു ജോലിയും കൂലിയും ഇല്ല, PG ഒക്കെ കഴിഞ്ഞ് ആക്ടിങ്ങിനാണ് താല്പര്യം. അങ്ങനെ വന്ന സമയത്താണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലുള്ള പൂജാമുറിയാണ്. കയറി വരുന്ന സമയത്ത് തന്നെ ഇത് ഫ്രണ്ടിലുള്ള നല്ലൊരു രസമുണ്ട് കാണാൻ. ഒരു ഡിവൈൻ ഫീലൊക്കെ തോന്നുന്നുണ്ട്, ഒരു നല്ല പോസിറ്റീവ് വൈബ് തോന്നുന്നുണ്ട്. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു വീടാണ് കേട്ടോ അത്. ഇത് Airbnb ഉണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു വീടാണ് ഇത്. പിന്നെ ഷൂട്ടിന്റെ ക്യാമറ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുകയാണ് ക്യാമറ ചേട്ടന്മാർ. എല്ലാവരും ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. പിന്നെ അത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ജോലിയും കൂടി ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. പുതിയ തുടക്കക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മിസ്റ്റേക്സ് ഒക്കെ അങ്ങനെയല്ലേ മേക്കപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പം ലൈറ്റ് ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബ്ലാക്ക് കർട്ടൺ വെച്ചിട്ട് മറയ്ക്കുന്നതാണ്. പിന്നെ നല്ല ഷൂട്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. ഇത് പിന്നെ ഫുഡാണ്, പറയാൻ പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. 3 നേരം നല്ല അടിപൊളി ഫുഡ്, ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ടീം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ഈ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറയാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു വൈബായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ആക്ടിങ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു ഇത്. പിന്നെ മേക്കപ്പ് ഇട്ട് തന്നിരുന്ന ചേച്ചിയാണ് കേട്ടോ. പിന്നെ അടിപൊളിയായിരുന്നു. ഷൂട്ട് കാര്യങ്ങളൊക്കെ രാത്രിയാണ് തീർന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും